Hello my students. So നമ്മുടെ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? യെസ്, ബ്ലഡിലോട്ടും അതുപോലെ സെല്ലിലോട്ടുള്ള ആ ഒരു ന്യൂട്രിയൻസിൻ്റെ ഫോർമേഷനും അതുപോലെ ബാക്ക്വേർഡ് ഫ്ലോ ഒക്കെ ആയിരുന്നു. അതായത് നമ്മുടെ ബ്ലഡിൽ നിന്നുള്ള ഓക്സിജനും ഗ്ലൂക്കോസും സെല്ലിലോട്ടും അതുപോലെ സെല്ലിലുള്ള വേസ്റ്റും കാർബൺ ഡൈ ഓക്സൈഡ് ബ്ലഡ് വഴി നമ്മുടെ ബോഡിയിൽ നിന്ന് വേസ്റ്റ് പ്രൊഡക്റ്റായിട്ട് എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് വാട്ട് ഇൻ്റർസെല്ലുലാർ എന്താണ്? അതിനിടയിലുള്ള ആ ഒരു സ്പേസ് ആണ് ടിഷ്യൂ ഫ്ലൂയിഡ്. ടിഷ്യൂ ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നുണ്ട്? ഇറ്റ്സ് ബ്ലഡിലോട്ട് അബ്സോർബ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലിംഫ് കാപ്പിലറീസിലോട്ട് മൂവ് ചെയ്ത് ലിംഫ് ആകുന്നുണ്ട്. സോ അങ്ങനെയാണ് ഇൻ്റർസെല്ലുലാർ സ്പേസിൽ ടിഷ്യൂ ഫ്ലൂയിഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നൊക്കെ നമ്മുടെ പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, when blood flows through the capillaries, the fluid part of the blood oozes into the intercellular space through minute pores of the capillary wall. So നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലഡിന് ഫ്ലൂയിഡ് പാർട്ട് ഉണ്ട്. The fluid part is oozes into intercellular space. What do you mean by intercellular space? It's between the space of cells. സെൽസിനിടയിലുള്ള ആ ഒരു സ്പേസിനെ പറയുന്ന പേരാണ് ഇൻ്റർസെല്ലുലാർ സ്പേസ്. ആ ഇൻ്റർസെല്ലുലാർ സ്പേസിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? യെസ്, ദ ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ദ ബ്ലഡ് ഊസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? ത്രൂ ദി മൈന്യൂട്ട് പോർട്സ് ഓഫ് ദി കാപ്പിലറി വാൾ. ദ ഫ്ലൂയിഡ് ഫോമഡ് ഇൻ ദി ഇൻ്റർസെല്ലുലാർ സ്പേസ് ഈസ് കോൾഡ് ദി ടിഷ്യൂ ഫ്ലൂയിഡ്. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായതാണല്ലോ. It does not contain RBC, large protein molecules and platelets. In tissue fluid, they do not contain RBCs, large protein molecules and platelets. Exchange of materials takes place between the tissue fluid and cells. So, between the tissue fluid and സെൽസിലാണ് എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽസിൻ്റെത് നടക്കുന്നത്. ഓക്കെ, മെറ്റീരിയൽസിൻ്റെ എക്സ്ചേഞ്ച് നടക്കുന്നത് ബിറ്റ്വീൻ ദ ടിഷ്യൂ ഫ്ലൂയിഡ് ആൻഡ് സെൽസ്. ടിഷ്യൂ ഫ്ലൂയിഡ് ഈസ് അബ്സോർബ്ഡ് ഇൻ ടു ദി ബ്ലഡ് ആൻഡ് ലിംഫ് കാപ്പിലറീസ്. ലിംഫ് ഈസ് ദ ടിഷ്യൂ ഫ്ലൂയിഡ് ഇൻസൈഡ് ദ ലിംഫ് കാപ്പിലറീസ്. ലിംഫ് കാപ്പിലറീസിനകത്തുള്ള ടിഷ്യൂ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദി ലിംഫ്. ഓക്കെ, സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മെത്തേഡ് ഓഫ് ഫോർമേഷൻ ഓഫ് ടിഷ്യൂ ഫ്ലൂയിഡ്. എങ്ങനെയാണ് ടിഷ്യൂ ഫ്ലൂയിഡ് ഫോം ചെയ്യുന്നത് എന്നുള്ള മെത്തേഡ് ആ ഒരു പാരഗ്രാഫ് നോക്കി എഴുതാം. സെക്കൻഡ് വൺ, എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽസ് ബിറ്റ്വീൻ സെൽസ് ആൻഡ് ടിഷ്യൂ ഫ്ലൂയിഡ്. എങ്ങനെയായിരുന്നു എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽസ് നടന്നിട്ടുണ്ടായിരുന്നത്? യെസ്, ടു ദി സെല്ലിലോട്ട് ആരൊക്കെയായിരുന്നു? ഓക്സിജൻ ആൻഡ് ഗ്ലൂക്കോസ്. ഫ്രം ദി സെല്ലിൽ നിന്നോ? വേസ്റ്റ് ആൻഡ് യെസ്, വെരി ഗുഡ്, കാർബൺ ഡൈ ഓക്സൈഡ്. സോ അതിൻ്റെ ആൻസർ എഴുതാം. ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ, മെത്തേഡ് ഓഫ് മെയിൻറ്റെയിനിങ് ദ ലെവൽ ഓഫ് ടിഷ്യൂ ഫ്ലൂയിഡ് ഇൻ ഇൻ്റർസെല്ലുലാർ സ്പേസ്. എങ്ങനെയായിരുന്നു ടിഷ്യൂ ഫ്ലൂയിഡിൻ്റെ ആ ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഇറ്റ്സ് ടിഷ്യൂ ഫ്ലൂയിഡ് ബ്ലഡിലോട്ട് അബ്സോർബ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതെന്ത് ചെയ്യുന്നുണ്ട്? ലിംഫ് കാപ്പിലറീസിലോട്ട് മൂവ് ചെയ്തിട്ട് അവിടെ ആ ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സോ അവർ ആൻസർ എഴുതുക. ആൻഡ് ഫോർത്ത് ക്വസ്റ്റ്യൻ, ടിഷ്യൂ ഫ്ലൂയിഡ് ഇൻസൈഡ് ദ ലിംഫ് കാപ്പിലറീസ്. ലിംഫ് കാപ്പിലറീസിനകത്ത് കാണപ്പെടുന്ന ടിഷ്യൂ ഫ്ലൂയിഡ് ആരായിരുന്നു? യെസ്, ഓഫ് കോഴ്സ്, ദാറ്റ്സ് എ lymph is the tissue fluid inside the lymph capillary. So ആ ഒരു പോയിൻറ്റ്സിനെ ബേസ് ചെയ്തിട്ട് 4 ഇൻഡിക്കേറ്റേഴ്സിനും ആൻസർ എഴുതുക. ഓക്കെ, along with the blood, lymph is also participate in the transport of materials. Is it? Yes, along with the blood, lymph is also participate. Okay, how fatty acid and glycerol that are absorbed into the lymph from the small intestine reach cells. അതായത് നമ്മൾ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്നും അബ്സോർബ് ചെയ്യുന്ന ഫാറ്റി ആസിഡും ഗ്ലിസറോളും എങ്ങനെയാണ് സെല്ലിലോട്ട് എത്തുന്നത്? ഇറ്റ്സ് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത്? ഫാറ്റി ആസിഡും ഗ്ലിസറോളും അബ്സോർബ്ഡ് ഇൻ ടു ദി ലിംഫ് ഓഫ് ലാക്റ്റിയൽ. സോ അതെങ്ങനെയാണ് സെല്ലിലോട്ട് എത്തുന്നത് എന്ന് നോക്കാം. ഓക്കെ, ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ ലാക്റ്റിയൽ ലിംഫിലോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് മൂവ്സ് ടു ദി സ്മാൾ ലിംഫ് ഡക്റ്റ്. ചെറിയ ലിംഫ് ഡക്റ്റിലോട്ട് മൂവ് ചെയ്യും. ആൻഡ് ഇറ്റ് ദെൻ മൂവ് ഇൻ ടു ദി ലാർജ് ലിംഫ് ഡക്റ്റ്. ആൻഡ് ഇറ്റ് മൂവ് ടു ദി വീന കാവ. ആൻഡ് ഇറ്റ്
റീച്ചസ് ദി ബ്ലഡ് നിന്ന് ബോഡിയുടെ ഡിഫറെൻറ്റ് പാർട്സിലോട്ട് എത്തുന്നുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ബോഡിയുടെ ഡിഫറെൻറ്റ് പാർട്സിലോട്ട് എത്തുന്നത്. എങ്ങനെയാണ്? ലിംഫിൻ്റെ ലാക്റ്റിയൽ വഴി, സ്മോൾ ലിംഫ് ഡക്റ്റ്, ദെൻ ലാർജ് ലിംഫ് ഡക്റ്റ്, ദെൻ വീന കാവ, ദെൻ ഹേർട്ട്, then different body parts. Okay, you have understood that along with the blood circulatory system, circulation of limbs is also takes place. Is it? Yes. The lymph formed from the blood, it passes through the lymph duct and returns to the blood near the heart. So lymph എവിടെ നിന്നാണ് ഫോം ചെയ്യുന്നത്? It's formed from the blood and it passes through lymph duct വഴി പാസ് ചെയ്തിട്ട് it returns back to the blood near the heart. Okay, the lymphatic system consists of lymph capillaries, lymph duct and lymph nodes. So lymphatic systemത്തിൽ എന്തൊക്കെ വരുന്നുണ്ട്? lymphatic system, lymph capillaries വരുന്നുണ്ട്. അതുപോലെ തന്നെ lymph duct, lymph nodes and spleen. ഇത്രയും ഭാഗങ്ങൾ കൂടി ചേർന്നതാണ് ഒരു ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, സ്പ്ലീൻ ആൻഡ് ലിംഫ് നോഡ്സ് പ്ലേ എ മേജർ റോൾ ഇൻ ഡിഫൻസിങ് ഡിസീസ് കോസിങ് ജെംസ്. അതായത് നമുക്ക് എന്തെങ്കിലും ഡിസീസ് കോസിങ് ജെംസ് ഉണ്ടെങ്കിൽ അതിനോട് ഡിഫെൻസ് ചെയ്യാൻ മെയിനായിട്ട് ഫങ്ഷനിങ് ചെയ്യുന്നവയാണ് സ്പ്ലീൻ and the lymph nodes. Okay, that's about lymph. And the next one is a healthy heart vital for life. So what do you mean by a healthy life? അല്ലെങ്കിൽ ഒരു ഹെൽത്തി ഹേർട്ട് എന്ന് വെച്ചാൽ ഒരു ഹെൽത്തി ഹേർട്ടുള്ള ഒരാൾക്ക് ഒരു ഹെൽത്തി ലൈഫ് പോസിബിൾ ആകുന്നുള്ളൂ. ഓക്കെ, September 29 ഈസ് ദി വേൾഡ് ഹേർട്ട് ഡേ. ആൻഡ് വാട്ട് യു മീൻ ബൈ അതീറോസ്ക്ലെറോസിസ്? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അതീറോസ്ക്ലെറോസിസ്? ലെറ്റ്സ് സി, നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ഓക്കെ, അതീറോസ്ക്ലെറോസിസ് ഈസ് ദ കണ്ടീഷൻ ഇൻ വിച്ച് അക്യുമുലേഷൻ ഓഫ് ഫാറ്റ് ഇൻ ദ ആർട്ടറിയൽ വാൾസ് takes place due to the consumption of excess fatty food. So നമ്മുടെ ഫാറ്റി ഫുഡിൻ്റെ കൺസംഷൻ എക്സസ് ആവുന്ന ടൈമിൽ എന്ത് ചെയ്യുന്നുണ്ട്? അത് നമ്മുടെ ഹാർട്ടിൻ്റെ വാൾസിൽ, ആർട്ടറിയൽ വാൾസിൽ അത് പറ്റിപ്പിടിച്ച് നിൽക്കുന്നുണ്ട്. ആ ഒരു അക്യൂമുലേഷൻ, ആ ഒരു പറ്റിപ്പിടിച്ച് നിൽക്കുന്ന ആ ഒരു സ്റ്റേജാണ് അതീറോസ്ക്ലീറോസിസ് എന്ന് പറയുന്നത്. As a result of this, the inner diameter of the artery reduces. So ഈ ഒരു അധികം ഓവർ എമൗണ്ടിലുള്ള ഈ ഒരു ഫാറ്റി ഫുഡൊക്കെ നമ്മുടെ ആർട്ടറിയൽ വാളിൽ അവിടെ പറ്റിപ്പിടിച്ച് നിന്നാൽ എന്ത് ചെയ്യും? ഇറ്റ്സ് ഓഫ് കോഴ്സ് ദ ഡയമീറ്റർ ഓഫ് ദ ആർട്ടറീസ് reduces. Moreover, arterial walls loses elasticity and may rupture. So അതിൻ്റെ വാൾസിലുള്ള elasticity ലോസ് ചെയ്യും and they may leads to rupture. ഇന്നർ വാൾസ് ബിക്കം റഫ്. സോ ഈ ഒരു ഫാറ്റി ഫുഡ് അവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഇന്നർ വാൾസ് റഫ് ആകും. ഹെൻസ് RBCs may clump together to form blood clot in the coronary vessels which may cause heart attack. സോ അവിടെ RBCയിൽ നമ്മുടെ ബ്ലഡിനോട്ട് നല്ല രീതിയിൽ സർക്കുലേറ്റ് ചെയ്യാൻ പറ്റാതെ അത് അവിടെ എന്ത് ചെയ്യും? ക്ലംസ് ചെയ്തിട്ട് കോട്ട് ചെയ്യും. സോ ഈ ഒരു ബ്ലഡ് ക്ലോട്ട് എന്തിനേക്ക് ലീഡ് ചെയ്യും? ഇറ്റ്സ് ലീഡ്സ് ടു ദി heart attack. So atherosclerosis, which means it is the conditions in which accumulation of additional fatty foods in the walls of the arteries. സോ ഈ വാൾസിൽ പറ്റി പിടിച്ചാൽ തന്നെ നമ്മുടെ വാൾസിൻ്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടും. അതുപോലെ തന്നെ ഇത് വളരെ റഫായിട്ട് കാണപ്പെടും. അതുപോലെ തന്നെ അത് റപ്ചർ ചെയ്യാൻ തുടങ്ങും, അത് പൊട്ടിപ്പോകാൻ തുടങ്ങും. സോ ആ ഒരു ടൈമിൽ തന്നെ RBCsന് നല്ല രീതിയിൽ മൂവ് ചെയ്യാൻ പറ്റില്ല. അത് ബ്ലഡ് ക്ലോട്ടായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഹാർട്ട് അറ്റാക്ക് പോലുള്ള സിവിയർ ഡിസീസസ് കോസ് ചെയ്യുന്നുണ്ട്. സോ ഫ്രം ദിസ് വാട്ട് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്? യെസ്, അതായത് നമ്മൾ ഫാറ്റി ഫുഡിൻ്റെ അല്ലെങ്കിൽ ഒരു ഹെൽത്തി ഹേർട്ട് വേണമെന്നുണ്ടെങ്കിൽ
ഫാറ്റി ഫുഡിൻ്റെ യൂസ് എത്രത്തോളം കുറക്കാൻ പറ്റുമോ അത്രയും ഫാറ്റി ഫുഡിൻ്റെ യൂസ് കുറക്കുക. അതേപോലെ തന്നെ റെഗുലർ എക്സസൈസ് ചെയ്യുക, സ്മോക്കിംഗ് ഹാബിറ്റ്സ് ഒക്കെ പൂർണ്ണമായിട്ടും നിർത്തുക. അങ്ങനെയുള്ള ചില ഫങ്ഷനിങ് ആണ്, അല്ലെങ്കിൽ ചില നമ്മുടെ ഒരു എന്താ പറയുക റൂട്ടീൻ ലൈഫിൽ ഒരു കറക്റ്റ് റെഗുലേറ്റഡ് ലൈഫ് കൊണ്ടുവന്നാൽ നമുക്ക് നമ്മുടെ ഹാർട്ടിനെ ഹെൽത്തി ഹാർട്ടാക്കിയിട്ട് നിലനിർത്താൻ പറ്റും. ഓക്കെ, heart transplantation and artificial heart. Organ donation and transplantation is not a breaking news today. There are records of transplantation of skin parts done in India during BC 200. In 1946, the first heart transplantation surgery was initiated by transplanting a dog's heart by Demikov, a Russian doctor. So, a Russian doctor named Demikov, first heart transplantation surgery was initiated by transplanting a heart's dog. In humans, the surgery was first performed successfully in 1967 under the leadership of Christian Bernard in South Africa. 1967 ഹ്യൂമൻസിൽ ഈ ഒരു എക്സ്പെരിമെൻ്റ് നടത്തിയിട്ടുള്ളത്. സൗത്ത് ആഫ്രിക്കയിൽ ഒരു ക്രിസ്ത്യൻ ബേർണാഡ് എന്ന് പറയുന്ന ഒരു അവരുടെ ഒരു ലീഡർഷിപ്പിൽ നടത്തിയായിരുന്നു 1967. ഈവൻ ദോ ദ പേഷ്യൻറ്റ് സർവൈവഡ് ഓൺലി ഫോർ 18 ഡേയ്സ് ആ ഒരു പേഷ്യൻറ്റ് സർവൈവ് ചെയ്ത് എന്നെങ്കിലും ഇറ്റ് വാസ് എ ഗ്രേറ്റ് ബിഗിനിങ്. In 1994, Dr. P. Venugopal and team repeated the success at All India Institute of Medical Science, New Delhi. So, P. Venugopal 1994 എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്തിട്ട് സക്സസ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, heart transplantation is done worldwide nowadays. Moving forward, in 1982, under the leadership of Robert Jarvik and John Kolff, another milestone was created in the field of medical science by transplanting artificial heart in the place of a diseased heart. So, നമ്മുടെ ഒരു ഡിസീസ് ഹേർട്ടിൻ്റെ സ്ഥലത്ത് ആർട്ടിഫിഷ്യൽ ഹേർട്ട് പ്ലേസ് ചെയ്തിട്ട് 1982 റോബർട്ട് ജാവിക്കും ജോൺ കോൾഫും പറഞ്ഞ രണ്ട് മെഡിക്കൽ രംഗത്ത് വന്നിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ആർട്ടിഫിഷ്യൽ ഹേർട്ട്, ഡിസീസ് കോസിങ് ഹേർട്ടിൻ്റെ ആ ഒരു സ്ഥാനത്ത് ആർട്ടിഫിഷ്യൽ ഹേർട്ട് വെച്ചിട്ടുണ്ട്. സോ ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഹേർട്ടൊക്കെ ഇപ്പോഴത്തെ ഈ നവ ഡേയ്സിൽ സക്സസ്ഫുള്ളി ആയിട്ട് നടക്കുന്നൊരു എക്സ്പെരിമെൻ്റാണ്, അല്ലെങ്കിൽ വിജയിച്ചു കൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. ഓക്കെ, സോ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എങ്ങനെയൊക്കെയാണ് നമുക്കൊരു ഹെൽത്തി ഹേർട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുക, ആൻഡ് അഥീറോസ്ക്ലെറോസിസ് എന്താണ്, അതെങ്ങനെയാണ് ഹേർട്ട് അറ്റാക്കിലോട്ട് പോകുന്നത്, അതുപോലെ തന്നെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ അബ്സോർബ് ചെയ്യപ്പെട്ട ഫാറ്റി ആസിഡും ഗ്ലിസറോളും എങ്ങനെയാണ് നമ്മുടെ സെൽസിലോട്ട് എത്തുന്നത്, അതുപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഹൗ ഡു സെൽ ഗെറ്റ്സ് ന്യൂട്രിയൻസ് ഫ്രം ബ്ലഡ്, എങ്ങനെയാണ് സെൽസിന് ബ്ലഡിൽ നിന്ന് ന്യൂട്രിയൻസ് കിട്ടുന്നത്, അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ് ഹൈപ്പർ ടെൻഷൻ, വാട്ട് ആർ ദ കോസസ്, ആൻഡ് അതിൻ്റെ എമൗണ്ട് എത്രയാണ്, മിനിമം എമൗണ്ട് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ പോർട്ടൽ സർക്കുലേഷൻ, ഹാർട്ട് ബീറ്റ്, പൾസ്, BP, അതൊക്കെ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക്ക്. ആൻഡ് ദ വർക്ക് എന്താണെന്ന് വെച്ചാൽ ഇവിടെ 4 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക, അതിന് ആ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുക. സോ ഇത്രയാണ് നമ്മുടെ ചാപ്റ്ററിൽ ഒരു ചെറിയ ടോപ്പിക്കുള്ളൂ. അത് ഇതുവരെയും നമ്മൾ പഠിച്ചത് ഹ്യൂമൻസ് ബോഡീനെയാണ്. ഇനി നമ്മൾ പ്ലാന്റ്സ് ബോഡിയിലോട്ടാണ്, പ്ലാന്റ്സിൽ എങ്ങനെയാണ് ട്രാൻസ്പോർട്ടേഷൻ പ്രോസസ്സ് നടക്കുന്നത് എന്നുള്ളതാണ്. സോ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അതുവരേക്കും താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.